അസ്സലാമു അലൈക്കും. നിങ്ങൾ ചിന്തിച്ചിരിക്കണോ നിങ്ങളെ ദുആകൾ എന്താ പഠിച്ചോ സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ ദുആക്ക് എന്താ പഠിച്ചോന് ഉത്തരം തരാത്തതെന്ന്? ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ തെറ്റുകൾ ചെയ്യണമെന്നൊന്നുമില്ല. ഈ ചെറിയ 5 തെറ്റുകൾ ചെയ്താൽ തന്നെ നിങ്ങളെ ദുആ ഒന്നെങ്കിൽ പഠിച്ചോൻ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ പഠിച്ചോന് ഉത്തരം തരാൻ വേണ്ടിയിട്ട് വൈകിപ്പിക്കും. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാം. അതായത് ഒരാളില്ലാത്ത സമയത്ത് അയാളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ചെറിയ കുറ്റാണെങ്കിൽ പോലും കുറ്റം തന്നെയാണ്, ഒന്നും പറയാണ്ടിരിക്കുക. 2 കളവ് പറയാം. ഇതിനും ആവശ്യത്തിനല്ലാണ്ടും കളവ് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതിനൊക്കെ ഒരു ഫ്രീക്ക് പേരാണ് തള്ളലെന്ന്. ഉദാഹരണത്തിന് എടാ പറഞ്ഞാൽ നിന്റെ വാച്ചിന് 2000 രൂപയാണ്. ഓൻ പറയും ഞാൻ തള്ളിയതാണ്, ആ വാച്ചിന് വെറും 1500 രൂപയേ ഉള്ളൂ. ഒക്കെ ഒരു കളവ് പെട്ടതന്നെയാണ്. ഒന്ന്, മറ്റാളെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക, സ്വതക്ക കൊടുക്കുക. അതായത് ആൾക്കാരെ കാണിച്ചുകൊണ്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുക. മറ്റുള്ളവരെടുത്ത് ധർമ്മിഷ്ഠനാണ് അല്ലെങ്കിൽ ദാനശീലനാണെന്ന് വേണ്ടിയിട്ട് ശ്രമിക്കുക. 4ാമത്തെ കാര്യം, നിസ്കാരത്തെ വൈകിപ്പിക്കലാണ്. നമുക്ക് കൊടുത്തിട്ടും ഒരു കാര്യമില്ലാണ്ട് വെറുതെ ലേറ്റായിട്ട് നിസ്കരിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ പടച്ചോന്റെ മുകളിൽ നമ്മൾ ദുനിയാവിന് മുൻഗണന കൊടുക്കുന്നത് പോലെയാണ്. 5ാമത് അഹങ്കാരം. അതായത് എനിക്ക് നല്ല പൈസ ഉണ്ട്, നല്ല ആരോഗ്യം ഉണ്ട് എന്നൊക്കെ വെച്ചിട്ട് അഹങ്കരിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാണ്ടി പരമാവധി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.